ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡാൽവിഞ്ചി റിസോൾവ് ഉപയോഗിച്ച് ഇങ്ങനെയൊരു ഫ്രെയിം സ്ലാം എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ കുറച്ച് ക്ലിപ്സ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ടൈം ലൈനിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇനി ക്ലിപ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ക്ലിപ്പ് ഡ്യൂറേഷൻ സെലക്ട് ചെയ്യാം. ചേഞ്ച് ക്ലിപ്പ് ഡ്യൂറേഷൻ. ഇതിൽ ഫ്രെയിംസിൽ 10 ഫ്രെയിംസ് കൊടുക്കുക. ഓക്കെ, ഇനി ഈ ഗ്യാപ്പ് നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ഗ്യാപ്സ് കൊടുത്താൽ ഗ്യാപ്പ് ഡിലീറ്റായി. സോ ഇനി ഓരോ ഫോട്ടോയും നമുക്ക് ഓരോ ട്രാക്കിലേക്ക് ആഡ് ചെയ്യാം. ഒരു ഫോട്ടോ എൻഡ് ചെയ്യുന്നിടത്തുനിന്നൊരു 3 ഫ്രെയിംസ് ഫ്രണ്ടിലേക്ക് നമുക്ക് അടുത്ത ഫോട്ടോ വയ്ക്കാം. അതായത് ഓരോ ഫോട്ടോയും എൻഡ് ചെയ്യുന്നിടത്തുനിന്ന് ഒരു 3 ഫ്രെയിംസിലായിരിക്കും നെക്സ്റ്റ് ഫോട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ എഫക്ട്സ് ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫോം സെർച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സെക്കൻഡ് ക്ലിപ്പിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇനി നമ്മുടെ ഇൻസ്പെക്ടറിലേക്ക് വന്നതിന് ശേഷം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് പൊസിഷൻ വൈ എന്നുള്ളത് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നമ്മുടെ പൊസിഷൻ വൈ മാക്സിമം അതായത് 0.5 കൊണ്ടുവയ്ക്കുക. ഇനി അടുത്തതായിട്ട് ക്ലിപ്പ് എൻഡ് ചെയ്യുന്ന അതായത് പ്രീവിയസ് ക്ലിപ്പ് എൻഡ് ചെയ്യുന്ന ആ പോയിന്റിൽ കൊണ്ടുവച്ചതിന് ശേഷം ഇത് 0 എന്ന് കൊടുക്കുക. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നാൽ നമുക്ക് ആനിമേഷനകത്ത് മോഷൻ ബ്ലർ എന്നുള്ളതുണ്ട്. ഇത് ഫുൾ കൊടുക്കുക, അതായത് 1 എന്നുള്ള വാല്യൂ കൊടുക്കുക. ഇനി ഈ ഒരു എഫക്റ്റ് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുത്തിട്ട് ബാക്കിയുള്ള ക്ലിപ്സുകൾ സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് ആട്രിബ്യൂട്ട് എന്ന് കൊടുക്കുക. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മുടെ ഫ്രെയിം സ്ലാം എഫക്റ്റ് ആഡ് ആയിട്ടുണ്ട്. സോ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.